അത് കണ്ടിട്ട് നമുക്ക് ഈ മൊത്തം നമ്മൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഡേറ്റ ഒരു ടെൻറ്റേറ്റീവ് ഡേറ്റ ആയിട്ട് പറയാനുള്ള കാരണം നിയമാനുസൃതം ഫോം 17C അത് എല്ലാ പോളിംഗ് ഏജൻസിന് അടക്കം കൊടുത്തിട്ടുള്ളതാണ്. കൗണ്ടിങ്ങിൻ്റെ ദിവസം ഫോം 17Cയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കണക്ക് EVMൽ വരുന്ന കണക്കാണ് ഫൈനൽ കണക്കായിട്ട് പരിഗണിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വോട്ടർ ടർണൗട്ട് ആപ്പോട് കൂടി ECI നെറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു കണക്ക് നമ്മൾ പ്രൊവിഷണൽ ഓർ ടെമ്പററി ആയിട്ട് പറയാനുള്ള ഒരു കാരണം. അതനുസരിച്ചിട്ട് നമ്മളിപ്പോൾ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത് പോസ്റ്റൽ വോട്ട്സ് ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. പോസ്റ്റൽ വോട്ട്സ് നമ്മളെല്ലാവർക്കും അറിയുന്ന മാതിരി ആബ്സെന്റി വോട്ടേഴ്സ്, അത് സീനിയർ സിറ്റിസൺസ്, പേഴ്സൺസ് വിത്ത് ഡിസേബിലിറ്റീസ്, അതുപോലെ തന്നെ എസെൻഷ്യൽ സർവീസസിലുള്ള ആൾക്കാർ, പിന്നെ വോട്ടേഴ്സ് ഓൺ ഇലക്ഷൻ ഡ്യൂട്ടി, ഇവരല്ല നമ്മുടെ പോസ്റ്റൽ വോട്ട്സിൽ അർഹതപ്പെട്ട ആൾക്കാരാണ്. സോ ഇവരുടെ വോട്ട്സ് നമ്മൾ ഇന്നലോട് കൂടി ഫൈനലൈസ് ചെയ്യുകയും എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ റെക്കഗ്നൈസ് ആയിട്ടുള്ള എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിനും ഈ കണക്ക് നമ്മൾ അയച്ചു കൊടുത്തിട്ടുമുണ്ട്. ഇതിൽ നമ്മൾ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ പോസ്റ്റൽ വോട്ട്സിലെ പറഞ്ഞിട്ടുള്ള സർവീസ് വോട്ടേഴ്സിന്റെ കണക്ക് ഇന്ന് നമുക്ക് വന്നിട്ടില്ല. അത് കൗണ്ടിംഗ് ദിവസം മാത്രമാണ് ലഭ്യമാവാൻ പോകുന്നത്. കൗണ്ടിങ്ങിന് ശേഷം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഇൻഡെക്സ് കാർഡ് ഇറക്കാറുണ്ട്. അതിലാണ് കൃത്യമായിട്ട് എത്ര വോട്ടേഴ്സ് എല്ലാ കാറ്റഗറിയിൽ വന്നിട്ടുണ്ട്, എത്ര വാലിഡ് വോട്ട്സ് ഉണ്ട്, എത്ര കാൻഡിഡേറ്റ്സിന് എത്ര കിട്ടി എന്നുള്ളത് കൃത്യമായിട്ട് അസംബ്ലി വൈസ് കൊടുക്കുന്നത് ഇൻഡെക്സ് കാർഡിലാണ്. സോ ഇൻഡെക്സ് കാർഡിന്റെ പ്രസിദ്ധീകരണം ആണ് നമ്മൾ ശരിക്കും ഫൈനൽ ആയിട്ടുള്ള കണക്കായിട്ട് നമ്മൾ പരിശോധിക്കുന്നത്, ഇല്ല കണക്കാക്കുന്നത്. കാരണം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഇൻഡെക്സ് കാർഡോട് കൂടി നമ്മുടെ ഇലക്ഷനുടെ എല്ലാ സംബന്ധപ്പെട്ട കാര്യത്തിന്റെ അവസാനം ഘട്ടമാണ് ഇലക്ഷൻ കമ്മീഷന്റെ ഇൻഡെക്സ് കാർഡ് പ്രസിദ്ധീകരണം. സോ ആ ഇലക്ഷൻ കാർഡിൽ വരുന്ന ഒരു വോട്ടർ ടേൺഔട്ട്, മെയിൽ ഫീമെയിൽ, ബാക്കി എല്ലാ കാര്യങ്ങളും ഫൈനൽ ആവാൻ പോകുന്നത് ആ സമയത്താണ്. അതുവരെ നമ്മൾ പ്രൊവിഷണൽ ആയിട്ട് പറയാനുള്ള കാരണം ഇത് ഓൺലൈനായിട്ട് വന്നിട്ടുള്ള നമ്മുടെ ഡേറ്റ ആണ്. അതുപോലെ തന്നെ 17C എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ ആർക്കെങ്കിലും പരിശോധിക്കാം. അത് ശരിക്കും ഒരു ഫൈനൽ ആയിട്ടുള്ള ഡേറ്റ അവരുടെ കയ്യിലുള്ളതാണ്. പിന്നെ സർവീസ് വോട്ടേഴ്സ് നമ്മൾ എല്ലാവർക്കും അറിയാം 53,984 നമ്മൾ ഓൾറെഡി എല്ലാവർക്കും ഇലക്ട്രോണിക് പോസ്റ്റൽ ബാലറ്റ്സ് നമ്മൾ അയച്ചിട്ടുണ്ട്. അത് കൗണ്ടിങ് സമയം ഡേറ്റ് വരെ അവർക്ക് തരാനുള്ള ഒരു സമയമുണ്ട്. അത് വരുന്നത് മാത്രമായിരിക്കും ഇന്ന് നമുക്ക് നമ്മുടെ കണക്കിൽ കൂട്ടാൻ പോകുന്നത്. ഇപ്പോൾ ഇന്നലെ വരെ വന്നിട്ടുള്ള പോസ്റ്റൽ ബാലറ്റ്സിന്റെ ഒരു കണക്ക് നമ്മൾ ഇലക്ഷൻ കമ്മീഷനുക്ക് നമ്മൾ അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മൊത്തം കണക്ക് നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടീസിനും പിന്നെ ഇന്ന് മീഡിയ ഗ്രൂപ്പ്സിലും നമ്മൾ സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് സീനിയർ സിറ്റിസൺസിന്റെ കണക്ക് നോക്കുമ്പോൾ നമ്മൾ അപ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത് 1,45,604 ഫോം 12D. അതിലെ 1,40,219 അവർ വോട്ട് ചെയ്തു. അത് ഏകദേശം 96.3% ആണ്. എല്ലാ എലിജിബിൾ ആയിട്ടുള്ള വോട്ടേഴ്സ് നമ്മൾ താങ്കൾ എല്ലാവർക്കും അറിയാം, താങ്കൾ പോയി നോക്കിയിട്ടുമുണ്ട്. 100% നമ്മൾ എല്ലാ പോസ്റ്റിൽ ആൾക്കാരും നമ്മൾ കവർ ചെയ്യാൻ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിൽ എല്ലാ എലിജിബിൾ ആയിട്ടുള്ള വോട്ടേഴ്സ് നമുക്ക് വോട്ട് ചെയ്യിപ്പിക്കാനും സാധിച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് സീനിയർ സിറ്റിസൺസിന്റെ കണക്ക്. അതുപോലെ തന്നെ പേഴ്സൺസ് ഡിസേബിലിറ്റീസ് നമ്മൾ ഫോം 12D വരെയാണ് അപ്രൂവ് ചെയ്തത്. അതിലെ 62,159 ആയിരുന്നു നമ്മുടെ മൊത്തം. അതിലെ വോട്ട് ചെയ്തിട്ടുള്ളവർ 60,734, ദാറ്റ് ഈസ് 97.71% പേഴ്സൺസ് ഡിസേബിലിറ്റീസ് വോട്ട് ചെയ്തിട്ടുണ്ട്. ഹോം വോട്ടിംഗിൽ നോക്കുമ്പോൾ ഏകദേശം 96.72% ആണ് ഹോം വോട്ടിംഗിൽ നടന്നിട്ടുള്ളത്. ഇതിന്റെ മൂന്നാമത്തെ കാറ്റഗറി നമ്മുടെ എസെൻഷ്യൽ സർവീസസിലാണ്. എസെൻഷ്യൽ സർവീസസിലെ 34,140 നമ്മൾ അപ്രൂവ് ചെയ്തിരുന്നു. അതിലെ 32,172 ഓൾറെഡി അവർ വോട്ട് ചെയ്തു. ഏകദേശം 94.24% ആണ് വോട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ നാലാമത്തെ കാറ്റഗറി
നമ്മുടെ വോട്ടേഴ്സ് ഓൺ ഇലക്ഷൻ ഡ്യൂട്ടി ഉണ്ടായിരുന്ന ആൾക്കാരാണ്. സോ ഇലക്ഷൻ ഡ്യൂട്ടിയിലുള്ള ആൾക്കാർ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇലക്ഷൻ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന വോട്ടിംഗ് പെർസെൻറ്റേജ് നമ്മൾ 1,35,068 ഇതാണ് ഇത്ര പോളിംഗ് ഒഫീഷ്യൽസിന് നമ്മൾ വോട്ട് ചെയ്തിട്ടുള്ളത്. സോ ഇതിലെ നമ്മളൊരു കാര്യം നമ്മുടെ കണക്കിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു ഫോം 12A, അതായത് ഒരു ഇലക്ഷൻ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ഒരു പോളിംഗ് ഓഫീസറുടെ കയ്യിൽ ആ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് ആ മണ്ഡലത്തിൽ തന്നെ അവർക്ക് വോട്ട് ചെയ്യാനുള്ള അവസരമുണ്ട്. സോ ആ കണക്ക് കൃത്യമായിട്ട് അത് 17C രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അത്ര ആൾക്കാർ EVM വഴിയാണ് വോട്ട് ചെയ്യുന്നത്. സോ അത്ര ആൾക്കാർ കൃത്യമായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഈ EDC സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുള്ള ഒരു ആൾക്കാർ അതിലെ നമ്മൾ ഏകദേശം മൊത്തം പോളിംഗ് പെർസെൻറ്റേജ് അമംഗ്സ്റ്റ് പോളിംഗ് ഒഫീഷ്യൽസ് നമുക്ക് നോക്കുവാണെങ്കിൽ ഏകദേശം 96.37% നമുക്ക് മൊത്തം വോട്ടിംഗ് വന്നതായിട്ടാണ് നമുക്ക് ജില്ലാ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള ഒരു കണക്ക്. സോ ഈ കണക്കെല്ലാം വരുന്നത് റിട്ടേണിംഗ് ഓഫീസേഴ്സ് DO വഴി നമുക്ക് കിട്ടുന്ന കണക്കുകളാണ്. സോ അതാണ് ഇപ്പോൾ നമ്മുടെ മൊത്തം ഈ പോസ്റ്റൽ ബാലറ്റ്സ് വഴി വന്നിട്ടുള്ളത്. ഏകദേശം 3,68,193 ഇത്രയാണ് നമുക്ക് പോസ്റ്റൽ വോട്ട്സ് വഴി വന്നിട്ടുള്ള വോട്ട്സ്. സോ ഇത് ഏകദേശം നമുക്ക് ഈ മൊത്തം പോസ്റ്റൽ വോട്ട്സ് മൈനസ് ഈ പോസ്റ്റൽ വോട്ട്സിൽ ഒരു കാറ്റഗറി പോയിട്ടുള്ളത് സർവീസ് വോട്ടേഴ്സ് ആണ്, അതിന് നമുക്ക് വരാനുണ്ട്. സോ നമ്മുടെ ഈ നിലവിൽ പോസ്റ്റൽ ബാലറ്റ്സ് വന്നിട്ടുള്ള നമ്മുടെ മൊത്തം ഇലക്ടറേറ്റിനെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ, അതായത് 3,68,193 ഇത്രയാണ് പോസ്റ്റൽ വോട്ട്സ് വന്നിട്ടുള്ളത്. അത് എല്ലാ കാറ്റഗറീസ് ഉൾപ്പെടെയാണ്, അതായത് സീനിയർ സിറ്റിസൺസ്, പേഴ്സൺസ് ഡിസേബിലിറ്റീസ്, പിന്നെ എസെൻഷ്യൽ സർവീസസ്, പിന്നെ ഇലക്ഷൻ ഡ്യൂട്ടിയിലുള്ള ആൾക്കാർ, ഇതെല്ലാം ഒരുമിച്ച് വരുമ്പോൾ 3,68,193 ആണ്. ഇത് ഏകദേശം നമ്മുടെ മൊത്തം ഇലക്ടറേറ്റിലെ കണക്കെടുക്കുമ്പോൾ നമ്മുടെ ഇലക്ടറേറ്റ് എന്ന് പറയുന്നത് 2,71,42,952. അത് എടുക്കുമ്പോൾ ഏകദേശം 1.36% വരും. സോ നമ്മുടെ നിലവിൽ ഉണ്ടായിരുന്നത് 78.27 പ്ലസ് 1.36% പ്രൊവിഷണൽ ആയിട്ട് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇന്ന് സർവീസ് വോട്ടേഴ്സിന്റെ കണക്ക് നമുക്ക് ഇന്ന് വരാനുണ്ട്. സോ ഏകദേശം 79.63% is the provisional percentage of voting in Kerala, including 17C വഴി പ്രിസൈഡിംഗ് ഓഫീസേഴ്സ്, റിട്ടേണിംഗ് ഓഫീസേഴ്സ് എല്ലാം കൊളക്ട് ചെയ്ത് തന്നിട്ടുള്ള ഡേറ്റ, പിന്നെ പോസ്റ്റൽ ബാലറ്റ്സ് വന്നിട്ടുള്ളത് 79.63%. ഇന്ന് സർവീസ് വോട്ടേഴ്സ് 53,984 ഉണ്ട്. അവർ എത്ര പേർ അത് വോട്ട് ചെയ്യുന്നു അത് നമുക്ക് അവസാനത്ത് കൗണ്ടിംഗ് സമയത്ത് നമുക്ക് അറിയാൻ സാധിക്കത്തുള്ളൂ.